ട്രെയിനിൽ എൻ്റെ കൂടെ ജനാർദ്ദനൻ ചേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെ തമാശ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞു, ഓ നിങ്ങളറിയാൻ ചിരിക്കുകയൊന്നും വേണ്ട, ഇതുവരെ എന്നെ ഒരു പടത്തിന് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇച്ചിരി ഹ്യൂമർ കലക്കുന്ന പടങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ചേട്ടൻ ഭയങ്കര അടി ഇടി അതൊക്കെയാണല്ലോ ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ, വില്ലനാണ്, കോമഡിയൊക്കെ നമുക്ക് വഴങ്ങും എന്നിങ്ങനെ പറഞ്ഞു. ദിവസം എന്നെ ഇന്നസെൻ്റ് ചേട്ടൻ അവിടുത്തെ ഹോട്ടൽ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, രഹസ്യം ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചതല്ല, ഒരു ചെറിയ കാര്യമുണ്ട്, സാറിന് പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ ചിന്ത ചേട്ടാ, അത് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്നൊരു സിനിമയിൽ എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റോൾ എനിക്കിഷ്ടമാണ്. പക്ഷേ അത് രാജസേനന് തന്ന ഡേറ്റിലാണ് അത് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യണം, ചേട്ടാ അത് ചെയ്തോളാം. ഞാൻ ആരുമായിട്ട് ആലോചിച്ചില്ല, അതാണ് വേറെ ചേട്ടൻ അതങ്ങ് ചെയ്തോളാം, കാരണം അത് മെയിൻ റോളാണ്, ഹീറോ ആണ്. രാജസേന ഭയങ്കര ഉപകാരം, ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ. ഞാൻ അടുത്ത മുറിയിലുള്ള മാണി കാപ്പനെയും ഗിരീഷ് വൈക്കത്തിനെയും എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്നസെൻ്റ് ചേട്ടൻ ഇങ്ങനെ ഒരു അസൗകര്യം പറഞ്ഞു, മാറി. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഈ ട്രെയിനിലിരുന്ന് ഭയങ്കര സൗണ്ടിൽ ചിരിച്ച് വർത്തമാനം പറഞ്ഞ ജനാർദ്ദനൻ ചേട്ടൻ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല, ആലോചിച്ചാൽ കിട്ടും. ആരാണ്? ഞാൻ പറഞ്ഞു, ജനാർദ്ദനൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആർക്കും സമ്മതമായില്ല. നമുക്ക് വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പിരിഞ്ഞു. ഞാൻ രാത്രി രഘുനാഥ് പലേരി എന്ന് വിളിച്ചു, പുള്ളി ചെന്നൈയിലാണ്. വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഇന്നസെൻ്റ് മാറി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ മനസ്സിൽ ജനാർദ്ദനൻ ഒരാളുണ്ട്, പക്ഷേ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ടതും രഘു ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, സേന അത് വിടരുത്, അത് കറക്റ്റ് കാസ്റ്റിംഗ് ആണ്, കാരണം കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് നിൽക്കുന്ന ഒരു മച്ചമ്പിയുടെ മുഖം ഇത്രയും ഒരു പക്ഷേ ഇന്നസെൻറ്റിന് പോലും കിട്ടത്തില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും ജനാർദ്ദനെ കാസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ അവരെയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ നേരിട്ട് കാപ്പനെയും അവരെയൊക്കെ വിളിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവരെല്ലാം എൻ്റെ റൂം നമ്പറിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഓക്കെയാണ്, രഘുവിനും ഓക്കെയാണ്, ഞങ്ങളും ആലോചിച്ചപ്പോൾ അത് ഓക്കെയാണ്, കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജനാർദ്ദനൻ ചേട്ടനെ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ജനാർദ്ദനൻ ചേട്ടൻ ഈ കോമഡി ട്രാക്കിൽ വരുന്നത്. പിന്നെയുള്ള ചരിത്രം അറിയാലോ.